ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെല്ലിക്കുഴി എന്ന ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറേ കടകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം കേരളത്തിന്റെ ഫർണിച്ചർ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവ-മൂന്നാർ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലും 100 കണക്കിന് ഫർണിച്ചർ ഷോപ്സ് ആണ് ഉള്ളത്. ഒരു പുതിയ വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ കുറെ പഴയ ഫർണിച്ചർ മാറ്റാൻ ആലോചിക്കുമ്പോഴോ വരേണ്ട ഒരു സ്ഥലമാണ് നെല്ലിക്കുഴി. പുതിയ മോഡലുകളിലുള്ള ഫർണിച്ചേഴ്സ് നമ്മൾ ദുബായിലും പുറത്തും എല്ലാം കാണുന്ന തരത്തിലുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ, അതിലും നല്ല ഭംഗിയിൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് പറ്റിയ തേക്കിലും ഈട്ടിയിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മരങ്ങളിൽ പണിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടുത്തെ ഫർണിച്ചറിന്റെ സെലക്ഷൻ കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ള ഡൗട്ട് അടിച്ചു പോകും. അത്രയ്ക്കും വെറൈറ്റിയും കളക്ഷൻസും ഉള്ള ഒരു സ്ഥലമാണ് നെല്ലിക്കുഴി. പിന്നെ ഒരു പ്രത്യേകത, അവിടെ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അതുകൂടാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓൺലൈനൊക്കെ നോക്കിയിട്ട് അതേമാതിരി മോഡലിൽ പണിയണമെങ്കിൽ അതിനും അവർ മിക്ക ഷോറൂമുകളും കസ്റ്റമൈസ് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ തയ്യാറാണ്. ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഫർണിച്ചേഴ്സ് അവരത് പണിത് കഴിയാൻ നേരത്ത് നമ്മളെ വിളിച്ച് കാണിച്ച ശേഷം, നമുക്കത് ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് അവരതിനെ പോളിഷ് ചെയ്യുന്നത്. അത് നമുക്ക് ഏത് കളർ വേണോ, ടേക്ക് കളർ വേണോ, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഗ്രെയിൻസ് ഒക്കെ ഉള്ള പാറ്റേൺ വേണോ, ഏത് രീതിയിലുള്ള പോളിഷും അവർ നമുക്കിഷ്ടമുള്ള പോളിഷ് അടിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീട് വെക്കുകയാണെങ്കിൽ എല്ലാ ഫർണിച്ചേഴ്സിനും ഒരേ കളർ ടോൺ വേണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ കളർ പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചിട്ട് ഏത് വുഡിലാണ് പണിയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് എല്ലാത്തിനും അവർ ഒരു സിമിലർ ആയിട്ടുള്ള പോളിഷ് അടിച്ചു തരും. അപ്പോൾ അത് ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്നതായിരിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളത്, നെല്ലിക്കുഴിയിലെ ഒട്ടുമിക്ക ഷോപ്സും ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എന്നതാണ്. നമ്മൾ ഫർണിച്ചേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾക്കത് തേക്കിൽ വേണോ, ഫോറസ്റ്റ് തേക്കിൽ വേണോ, ഫസ്റ്റ് ക്വാളിറ്റി തേക്ക് വേണോ, ഫുൾ കാതലുള്ള തേക്ക് വേണോ, അല്ലെങ്കിൽ വെള്ളയുള്ള തേക്ക് വേണോ, ഇത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഫർണിച്ചറിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്വാളിറ്റി കുറഞ്ഞ കുറേ വെള്ളയുള്ള തേക്ക് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയ വില കൊടുത്താൽ മതിയാകും. എന്ത് വന്നാലും ഈ നെല്ലിക്കുഴിയിൽ കിട്ടുന്ന ഫർണിച്ചേഴ്സ് സെയിം ടൈപ്പ് സെയിം ക്വാളിറ്റിയുള്ള ഫർണിച്ചേഴ്സ് നമ്മൾ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തെയോ വേറെ ഏത് ഫർണിച്ചർ ഷോപ്പിൽ കിട്ടുന്നതിനെക്കാട്ടിയും വില കുറവായിരിക്കും നെല്ലിക്കുഴിയിലുള്ള ഫർണിച്ചേഴ്സ്. ഇവിടെ നിന്ന് വാങ്ങുന്ന ഫർണിച്ചേഴ്സ് കേരളത്തിലെല്ലാവിടെയും, അതുകൂടാതെ അന്യസംസ്ഥാനത്തായാൽ പോലും ഇവിടെ നിന്ന് വാങ്ങുന്ന ഫർണിച്ചേഴ്സ് ഒരു നിശ്ചിത തുകയിൽ കൂടുതലാണെങ്കിൽ അവരത് വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. We are here at Concept, a furniture showroom in Nellikuzhi. See the amazing collection of furnitures. Normally when we buy furniture from the online showroom, we don't view the furnitures and we don't know how comfortable it is to sit. You know the
furnitures, it's not just a looks, as you know. You need to sit on it and you need to feel the comfort. Only then you will see whether it is worth buying for your home. നമ്മൾ പുറം രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെയുള്ള, എസ്പെഷ്യലി ഗൾഫ് റീജിയനിൽ ഉള്ളവരാണെങ്കിൽ പാൻ, ഐക്കിയ, ഹോം സെൻറ്റർ എന്നുള്ള ഷോറൂമിൽ കണ്ടതിലും അതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെറൈറ്റിയിലുള്ള ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ലൈറ്റിങ്സ് ആയിക്കോട്ടെ, കുഷ്യൻസ്, കുഷ്യൻ കവർ, ഫ്ലവർ വേസ്, കോഫി ടേബിൾ, അതിൽ വെക്കാൻ പറ്റിയ സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നെല്ലിക്കുഴി പോയി ഫർണിച്ചർ വാങ്ങാൻ പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, അവിടെ പോയി ഫർണിച്ചർ വാങ്ങുമ്പോൾ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മളെപ്പോലെ സാധാരണക്കാരായ ആൾക്കാർ എവിടെ പോയി ഫർണിച്ചർ വാങ്ങിയാലും നമ്മൾ അതിൻ്റെ സ്റ്റൈല്, ലുക്സ്, കംഫർട്ട് അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫർണിച്ചർ സെലക്ട് ചെയ്യുന്നത്. എവിടെ പോയി വാങ്ങിയാലും അത് ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈക്വൽ ആണെന്നാണ് കണ്ടിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും അധികം ഫർണിച്ചർ ഷോപ്സും അത് കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്നതിൽ കൂടുതൽ ഇതിനെ കാണരുതെന്നാണ് എൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നെല്ലിക്കുഴിയിൽ ഒട്ടുമിക്ക ഷോപ്സിൽ നിന്ന് വാങ്ങുന്ന ഫർണിച്ചേഴ്സിന് ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം, നെല്ലിക്കുഴിയിലോട്ട് പോണതിന് മുമ്പ് തടിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി പരിചയമുള്ള ആശാരിമാരനോടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാരനോടോ സംസാരിച്ച് മനസ്സിലാക്കുന്നത് നല്ല കാര്യമായിരിക്കും. ഒരു ഉദാഹരണത്തിന്, വെള്ളയുള്ള തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില കുറവായിരിക്കും. അത് ചീത്തയാകാനുള്ള ചാൻസസ്, കുത്തുവരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ തടിക്ക്. അതുകൂടാണ്ട് നമ്മൾ ഒരു കടയിൽ പോകുമ്പോൾ ഒരു ഫർണിച്ചർ ഐറ്റം, ഒരു ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ, അതിൻ്റെ വില ഒരു വിലയായിരിക്കും. അടുത്ത കടയിൽ സെയിം ലുക്സും സെയിം സ്റ്റൈലിലുള്ള ഫർണിച്ചറിൻ്റെ വില വേറെ ആയിരിക്കും. ഒരു കാരണം ഇതിനുപയോഗിച്ചിരിക്കുന്ന തടിയുടെ തിക്നെസ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടും വില വ്യത്യാസം കാണാൻ സാധ്യതയുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ടത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യണം. താങ്ക് യു സോ മച്ച്.